ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബോട്ടിൽ ഉപയോഗിച്ച് ഒരു ട്രീ ഹൗസ് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നീളമുള്ളതും വശങ്ങൾ ഉരുണ്ടതുമായിട്ടുള്ള ഒരു ചെറിയ കുപ്പിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വശത്തായിട്ട് ഈ ബോട്ടിൽ ഫിക്സ് ചെയ്ത് വെക്കണം. ഫെവി ബോണ്ടാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഇതിനി കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കുക. ഹൗസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ കുറച്ച് കാർഡ്ബോർഡ് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ട്രീ ഹൗസിൻ്റെ ബേസ്. നമ്മുടെ ബോട്ടിൻ്റെ നെക്കിലേക്ക് കയറ്റി വെക്കുന്നതിനായിട്ടാണ് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിന് മുൻപിലും പുറകിലുമായിട്ട് വരുന്നത് ഈ രണ്ട് പീസുകളാണ്. ഇത് രണ്ടും സൈഡിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ടോപ്പ് പോർഷന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ഫ്രണ്ട് പോർഷനിലെ പീസിൻ്റെ ഈ ഭാഗത്ത് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പീസ് കൂടി ഒട്ടിച്ചെടുക്കണം. ഡോറ് വരുന്ന ഭാഗത്ത് ഇങ്ങനെയും ഒരു പീസ് വേണം. ഇനി ഇവയെല്ലാം പരസ്പരം ഒട്ടിച്ചെടുക്കാം. മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ചാണ് ആദ്യമെല്ലാം കണക്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് ബേസിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഇതിനകവശത്ത് ഒരു ചുവന്ന പ്ലാസ്റ്റിക് ഷീറ്റ് കൂടി ഒട്ടിച്ചിട്ടുണ്ട്. ഇനി മുകളിലെ പീസും ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ വീടിൻ്റെ വശങ്ങളിലെല്ലാം ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുക്കാം. ഗ്ലൂവും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ടിഷ്യൂ പേപ്പർ ഒരു ചെറിയ പീസുകളായിട്ടാണ് ഒട്ടിക്കേണ്ടത്. ഇതിനകത്ത് ചെറിയ ചെറിയ ചുളിവുകളൊക്കെ വരുന്നത് വളരെ നന്നായിരിക്കും. ഈ ഡോറിൻ്റെ ഭാഗത്തൊന്നും ടിഷ്യൂ ഒട്ടിക്കുന്നില്ല. വശങ്ങളിലെല്ലാം കംപ്ലീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഇതെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഈ കാർഡ്ബോർഡ് ഷീറ്റിനുള്ളിൽ ഇരിക്കുന്ന പീസുകൾ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ വീടിൻ്റെ റൂഫിനായിട്ട് ഉപയോഗിക്കാം. ഇതുപോലെ തന്നെ ഈ റൂഫ് കംപ്ലീറ്റ് കവർ ചെയ്തെടുക്കണം. ഇങ്ങനെ കുറച്ച് ചെറിയ കാർഡ്ബോർഡ് പീസുകൾ ഉപയോഗിച്ച് ഒരു ലാഡറും കൂടെ സെറ്റ് ചെയ്തെടുക്കണം. ഈ ബോട്ടിലും കാർഡ്ബോർഡും തമ്മിൽ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് ഇറഗുലർ ഷേപ്പിലുള്ള തെർമോക്കോൾ പീസുകൾ എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം ഈ കാർഡ്ബോർഡ് ഷീറ്റിലേക്ക് ഒട്ടിച്ചെടുക്കണം. ട്രീ ഹൗസിൻ്റെ താഴ്ഭാഗത്ത് പാറക്കൂട്ടങ്ങളൊക്കെ നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണിത്. ഇവിടെ തെർമോക്കോൾ ഉപയോഗിച്ചതിന് പകരം നമുക്ക് ക്ലേയോ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ഞാൻ പരമാവധി ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാമെന്നുള്ള ഉദ്ദേശമാണ് ഈ തെർമോക്കോൾ തന്നെ ഉപയോഗിക്കുന്നത്. ഇവയെല്ലാം കംപ്ലീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആവുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഈ ബോട്ടിൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുക്കണം. ഇനി തെർമോക്കോൾ പീസുകളും ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുക്കാം.
ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതങ്ങ് അടച്ചെടുക്കണം. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ ചുരുട്ടി ഈ മരത്തിൻ്റെ വേരുകൾ പോലെയും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഡ്രൈ ആക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഇതെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഈ പാറകൾ പോലെ ചെയ്തെടുത്തിരിക്കുന്നതിൽ ആദ്യം ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കണം. ബോട്ടിലിൽ ആദ്യം ബ്രൗൺ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി യെല്ലോ ഓക്കർ ഉപയോഗിച്ചൊന്ന് ഹൈലൈറ്റിങ്ങും ചെയ്ത് കൊടുക്കുക. ഗ്രീൻ കളറും ചെറുതായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബ്ലാക്ക് അടിച്ചതിൻ്റെ അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഡാർക്ക് ബ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. യെല്ലോ ഓക്കർ ഉപയോഗിച്ചിട്ട് തറയിലും മറ്റുമൊക്കെ ഒരു ഷെയ്ഡിങ്ങും കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ഉപയോഗിച്ച് പുല്ലുകളൊക്കെ വളർന്നു നിൽക്കുന്ന പോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ വീടിന് കളർ കൊടുക്കാം. ഇതിൻ്റെ ചുവരുകൾക്കൊക്കെ യെല്ലോ ഓക്കറാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ റൂഫിന് ബ്രൗണും റെഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഭാഗത്ത് കുറച്ച് റെഡ് കളർ കൊടുക്കുകയാണ്. ഡോറിന് ഡാർക്ക് ബ്രൗൺ കളറാണ് കൊടുക്കുന്നത്. ഇതെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഈ വീടിൻ്റെ ഇരുവശങ്ങളിലും ഓരോ വിൻഡോകൾ കൂടി വരച്ച് ചേർത്തിട്ടുണ്ട്. ഈ ലാഡറിന് ഒരു കളർ കൊടുത്തിട്ടുണ്ട്. പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവയെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഈ വീട് ഈ ബോട്ടിലെ നെക്കിലേക്ക് എങ്ങനെ കയറ്റി സെറ്റ് ചെയ്തെടുക്കണം. ഗ്ലൂ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. ഈ ലാഡറും സെറ്റ് ചെയ്തെടുക്കാം. എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി വാർണിഷ് കൂടി ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ പൂർത്തിയാകുന്നതാണ്.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടിയൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കും. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.